നമസ്കാരം. ജ്ഞാനത്തിന്റെയും ദൈവിക ശക്തിയുടെയും പ്രപഞ്ചരൂപമാണ് ഗായത്രി. ഇന്ന് നമുക്ക് ആ മഹാശക്തിയുടെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ ഒരു യാത്രയുടെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ഗായത്രി മന്ത്രം തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഈ ദിവ്യമായ പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് ഗായത്രിയുടെ അനുഗ്രഹം എത്രമാത്രം വലുതാണെന്ന് കാണിക്കുന്ന ഒരു ശക്തമായ കഥയുണ്ട്, വിശ്വാമിത്രന്റെ കഥ. അതിലൂടെ തുടങ്ങാം. നമ്മുടെ കഥ തുടങ്ങുന്നത് വിശ്വാമിത്രനിലാണ്. അദ്ദേഹം ജനിച്ചത് ഒരു ക്ഷത്രിയ കുലത്തിലാണ്, അതായത് നാടിനെ സംരക്ഷിക്കുന്ന യോദ്ധാക്കളുടെ വംശത്തിൽ. എന്നാൽ നോക്കൂ, വെറുമൊരു യോദ്ധാവായിരുന്ന അദ്ദേഹം ഗായത്രി മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ബ്രഹ്മർഷി എന്ന പദവിയിലേക്ക് ഉയർന്നു. അതായത് ഋഷിമാരിലെ ഏറ്റവും ഉന്നതനായി മാറി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗായത്രിയുടെ കൃപ എത്രത്തോളം വലുതാണെന്ന്. ഈ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ ജയ് എന്നു പേരുള്ള ഒരു യുവസാധകൻ ആസ്തിക ഋഷിയോട് ഒരു സംശയം ചോദിച്ചു. എന്തുകൊണ്ടാണ് ഗായത്രിയെ വേദങ്ങളുടെ മാതാവായ വേദമാത എന്ന് വിളിക്കുന്നത്? ഈ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ കാതൽ. ആ ചോദ്യത്തിന് ആസ്തിക ഋഷി കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഗായത്രി വേദമാതാവ് മാത്രമല്ല, ദേവമാതാവും വിശ്വമാതാവും കൂടിയാണ്. ഈ മറുപടിക്ക് 3 ഭാഗങ്ങളുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആസ്തിക ഋഷിയുടെ മറുപടിയിലെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. അതായത് ഗായത്രി എങ്ങനെയാണ് വേദങ്ങളുടെ മാതാവാകുന്നതെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഗായത്രിയെ വേദമാത എന്ന് വിളിക്കുന്നതെന്നറിയാമോ? കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സമയത്ത് സാക്ഷാൽ ബ്രഹ്മാവിന് വേദങ്ങളുടെ എല്ലാം അറിവ് പകർന്നു നൽകിയത് ഗായത്രിയാണ്. ലോകത്തുള്ള എല്ലാ ജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഉറവിടം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി അടുത്തത്, ദേവന്മാരുമായുള്ള ഗായത്രിയുടെ ബന്ധം എന്താണ്? ഗായത്രി എങ്ങനെയാണ് ദേവന്മാരുടെ മാതാവാകുന്നത്? ഗായത്രിയെ ദേവമാത എന്നും വിളിക്കാറുണ്ട്. അതിന്റെ കാരണം പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ദേവന്മാർക്ക് അവരുടെ ദൈവികമായ ശക്തിയെല്ലാം കിട്ടുന്നത് ഗായത്രിയിൽ നിന്നാണ്. അവളാണ് അവരുടെയൊക്കെ ഊർജത്തിന്റെ ഉറവിടം. ഇനി നമുക്ക് ഗായത്രി മാതാവിന്റെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഭാവത്തിലേക്ക് കടക്കാം. വിശ്വമാത, അതായത് ലോകത്തിന്റെ അമ്മ. ചില സമയങ്ങളിൽ ഈ ലോകത്ത് അവിശ്വാസത്തിന്റെയും ചീത്ത ചിന്തകളുടെയുമൊക്കെ ഒരു ഇരുട്ട് വ്യാപിക്കാറില്ലേ? അങ്ങനെയുള്ള ഒരു അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ഒരു ദൈവിക പ്രകാശം വേണ്ടിവരും. ആ പ്രകാശമാണ് ഗായത്രി. ഇവിടെയാണ് ഗായത്രി വിശ്വമാത ആകുന്നത്. ജ്ഞാനത്തിന്റെ ഒരു ദിവ്യപ്രവാഹമായി ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള വിവേകം, അതായത് ശരിയത് തെറ്റത് എന്ന് തിരിച്ചറിയാനുള്ള ആ കഴിവ് അവൾ ഉണർത്തുന്നു. ഇങ്ങനെയാണ് അവൾ നമ്മളെ ഓരോരുത്തരെയും ഉള്ളിൽ നിന്ന് ഉയർത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 വ്യത്യസ്ത ഭാവങ്ങളും കണ്ടു. ഇനി ഇവയെല്ലാം ഒരുമിപ്പിച്ച് ഗായത്രി എന്ന ഏകീകൃത ദിവ്യശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തെടുത്താലോ? ഗായത്രി മഹാശക്തിക്ക് 3 പ്രധാന ഭാവങ്ങളുണ്ട്. ഒന്നാമത്തേത് വേദമാത, അതായത് നമുക്ക് ഏറ്റവും ഉന്നതമായ ജ്ഞാനം നൽകുന്ന അമ്മ. രണ്ടാമത്തേത് ദേവമാത, ദേവന്മാർക്ക് അവരുടെ ശക്തി കൊടുക്കുന്ന അമ്മ. പിന്നെ മൂന്നാമത്തേത് വിശ്വമാത, നമ്മളിൽ ഓരോരുത്തരിലും ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, ആ വിവേകമുണർത്തുന്ന അമ്മ. അതുകൊണ്ട് ഗായത്രി എന്ന് പറയുന്നത് വെറുമൊരു ദേവതയല്ല, മറിച്ച് ജ്ഞാനത്തിന്റെയും ദിവ്യത്വത്തിന്റെയുമെല്ലാം അടിസ്ഥാന ശിലയാണ്. ഒരേസമയം അറിവിന്റെ ഉറവിടവും ദൈവിക ശക്തിയുടെ കേന്ദ്രവും നമ്മുടെയെല്ലാം വിവേകത്തിന്റെ വഴികാട്ടിയുമാണ് ആ അമ്മ. ഈ വിവരങ്ങളെല്ലാം സചിത്ര ബാലകഥായൻ ഗായത്രി പരിവാർ എന്നതിലെ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി.